നമ്മുടെ ആമിർ അൽ മഹദി മൻസൂർ അൽ ഗദ്ദാഫി എന്ന് പറയുന്ന ലിബിയക്കാരനായ ആ മനുഷ്യൻ ഹജ്ജ് യാത്രയ്ക്ക് പോകുന്നതിന് വേണ്ടി രണ്ടാം തവണയും വിമാനമിറങ്ങേണ്ടി വന്ന സംഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്തർദേശീയ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളുമൊക്കെ അടക്കമുള്ളവർ ധാരാളമായ വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിലൊക്കെയും ആ തീരുമാനത്തിൻ്റെ ഒരു സൗന്ദര്യം, അതിൻ്റെ ഒരു മാസ്മരികത, അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രവൃത്തിയിൽ ഏർപ്പെട്ട മനുഷ്യന് അവിടെ എത്തിച്ചേരാനുള്ള നമ്മൾ സാധാരണ പറയുന്ന കലാ കൽപ്പന എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു സംഗതിയാണ് അതിൻ്റെ ഏറ്റവും മനോഹരമായ ഭാവം എന്ന നിലയിലാണ് അത് ചെയ്തത്. കാഴ്ചയിലോ മുൻകാല അനുഭവങ്ങളിലോ ഒന്നും അദ്ദേഹം എന്തെങ്കിലും തരത്തിലുള്ള ഒരു കറാമത്ത് അനുഭവങ്ങളുള്ള ആളായി വ്യാഖ്യാനിക്കപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെ വാഴ്ത്തപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെ നടക്കുകയോ ഒന്നും ചെയ്തതായി ഞാൻ കഴിഞ്ഞ 24 മണിക്കൂറിൽ മുഴുവനായി സെർച്ച് ചെയ്തിട്ടൊന്നും കണ്ടില്ല. അദ്ദേഹം ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് പടച്ചതമ്പുരാന് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. നമ്മളതിൽ കണ്ട ഒരു ദൃഷ്ടാന്തത്തെ ആ പടച്ചവനോട് ചേർത്ത് വെച്ച് അല്ലെങ്കിൽ ആ തീരുമാനത്തോട് ചേർത്ത് വെച്ചാണ് നമ്മളൊക്കെയും അതിനെക്കുറിച്ച് പറഞ്ഞതും പറഞ്ഞ മാധ്യമങ്ങളൊക്കെയും ചെയ്തതും. ഈവൻ ഈ പറയുന്ന എന്താ പറയുന്നത് വിശ്വാസികളല്ലാത്തവരുടെ നിരവധി ചാനലുകളിൽ പോലും അത് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഭംഗി, ഒരു മനുഷ്യന് കയറിപ്പോകാൻ തീരുമാനിക്കപ്പെട്ടതിൻ്റെ ഒരു സാങ്കത്യമാണ് അവരെല്ലാവരും വിശദീകരിച്ചത്. പക്ഷേ നമ്മൾ സാധാരണ പറയുമല്ലോ, ഈ ക്ഷീരമുള്ളോരകിടും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞതുപോലെ ചിലരതിനകത്ത് കണ്ടെത്താൻ ശ്രമിച്ച ചില കൗതുകകരമായ കാര്യങ്ങളുണ്ട് ചെറിയ ചില കമൻറ്റുകളിലൂടെ. അതിലൊന്ന്, കേരളത്തിലെ ഏതെങ്കിലും സുന്നി പണ്ഡിതനായിരുന്നുവെങ്കിൽ നമ്മൾ എന്തെല്ലാം കേൾക്കുമായിരുന്നു, ഭാഗ്യം ലിബിയക്കാരനായതിൽ. അതാണ് ഒരെണ്ണം. രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇയാൾ നമ്മുടെ നാട്ടുകാരനായിരുന്നെങ്കിൽ ഇയാളെ ഒരു ഔലിയ ആക്കി പൈസ വാരാമായിരുന്നു, പ്രൊമോട്ടറായി ഈ നിഷ്പക്ഷനെ ഏൽപ്പിക്കുകയും ചെയ്യാമായിരുന്നു. ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ എഴുതിയവരുടെ ഒരു താല്പര്യങ്ങൾ മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള നിരവധിയായ കമൻറ്റുകളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഇത് എന്നെ ഏൽപ്പിച്ചായിരുന്നെങ്കിൽ കാശ് വാരാമെന്ന് പറയുന്നവർ. രണ്ട്, ഇത് തിരിച്ചാണെങ്കിൽ അങ്ങനെയാണെന്ന് പറയുന്നവർ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു സംഗതി കൂടി ഉണ്ടായിരുന്നു. മറ്റൊരാൾ എഴുതിയത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ്. ഇപ്പോഴും ഇതൊന്നും സംഭവിക്കില്ല എന്ന് വാദിച്ചിരുന്ന പുത്തൻവാദി യൂട്യൂബർ പോലും അന്തം വിട്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ ഒരു പ്രത്യേകത ഇതാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ഈ മതബോധത്തിൻ്റെ ഒരു ഭാവം മനുഷ്യനെ കൊണ്ട് എത്തിച്ചിരിക്കുന്ന ഒരു ദുരന്തം സൂചിപ്പിക്കുന്ന വരികളാണിത്. അപ്പോൾ ഇതിലൊരാൾ പറയുന്നത് പുത്തൻവാദിയായ യൂട്യൂബർ അന്തം വിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ആൾ പറയുന്നത് ഇയാളിപ്പോൾ കേരളത്തിലായിരുന്നെങ്കിൽ ഒരു ഔലിയാക്കി എടുത്ത് ഇതിന് കാശ് ശേഖരിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിക്കാമായിരുന്നു എന്നാണ് പറയുന്നത്. വേറൊരാൾ പറയുന്നത് മറ്റൊരു തരത്തിലാണ്. ഇതിനകത്തുള്ള സത്യസന്ധമായ ഒരു വിശ്വാസിയുടെ സന്തോഷം എന്താണ്? 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ആ മനുഷ്യൻ ആഗ്രഹിച്ചതുപോലെ അത്രയേറെ തടസ്സങ്ങളുണ്ടായിട്ടും അദ്ദേഹത്തിന് ആ കർമ്മഭൂമിയിൽ എത്താൻ കഴിഞ്ഞു. അത് പൂർത്തിയാക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് വീണ്ടും അള്ളാഹുവിൻ്റെ കൽപ്പനയും കളായുമാണ് ആവശ്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു അസ്വാഭാവികമായ രീതിയിൽ 2 തവണ ഒരു വിമാനം താഴെ ഇറക്കേണ്ടി വന്നു എന്ന് പറയുന്നൊരു കാര്യം. അതിന് വേറെന്തെങ്കിലും മധ്യവർത്തികളോ ശുപാർശകളോ ഒന്നുമില്ലാതെ പടച്ചതമ്പുരാൻ ഇയാളെ കൂടി കൊണ്ടുപോകാൻ തീരുമാനിച്ചിരുന്നതുകൊണ്ട് കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു സംഗതി. ഇതൊക്കെയാണ് ഇതിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ വിശാലമായ കാഴ്ചപ്പാടിൽ കാണുമ്പോൾ ഇതിലൊക്കെ ആളുകൾക്ക് സന്തോഷം തോന്നേണ്ട ഒരു വിഷയം. പക്ഷേ അപ്പോഴും ഈ വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെടുന്നവർക്ക് ഇതാണ് ഇതിനകത്തുള്ള കൗതുകം. ഇതിനിടയിൽ ചില മുസ്ലിം പേരുകളിലുള്ള ചില ഫേക്ക് ആരിഫ് ഹുസൈന്മാരും പ്രത്യക്ഷപ്പെട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, ഈ 2-3 തവണ കേട് വരുത്താതെ എന്തുകൊണ്ട് അള്ളാഹിക്ക് അങ്ങ് കയറ്റിക്കൊണ്ട് പോയിക്കൂടായിരുന്നോ എന്നൊക്കെ ചോദിച്ച്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്നതിൻ്റെ ആ ഒരു വിശാലതയോ ആ കാഴ്ചപ്പാടോ സംഗതിയോ അല്ല, മറിച്ച് ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും ഈ പറയുന്ന ഒരു കൗതുകകരമായ കാര്യവും ആവേശകരമായ കാര്യവും. എന്ന് പറഞ്ഞാൽ ഇതിനെ നേരെ സുന്നിയിലേക്ക് കൊണ്ട് കെട്ടുക, അല്ലെങ്കിൽ സുന്നി വിരുദ്ധതയിലേക്ക് കൊണ്ട് കെട്ടുക. എന്നിട്ടിത് പറയുന്ന ആളിനെ ഒന്നെങ്കിൽ പുത്തൻവാദിയാക്കുക, അല്ലെങ്കിൽ പഴയവാദിയാക്കുക, അല്ലെങ്കിൽ സാമ്പത്തികം സമാഹരിക്കുന്നവനാക്കുക. എന്തെല്ലാം രോഗികളുടെ ഒരു ലോകമാണ്. കഷ്ടമാണ്, കഷ്ടം.